നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തിയേറ്ററുകളിൽ എത്തിയ അന്ന് മുതൽ തന്നെ വലിയ വിവാദങ്ങൾക്കും അതുപോലെ തന്നെ വലിയ കളക്ഷൻ റെക്കോർഡുകൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഒരു സിനിമയാണ് L2 എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ഇതാ ഈ ഒരു സിനിമ മറ്റൊരു റെക്കോർഡ് കൂടി ഇട്ടിരിക്കുന്നു. ഈ റെക്കോർഡ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു റെക്കോർഡാണോ എന്ന് തോന്നിയേക്കാം. പക്ഷേ ഇത് കൃത്യമായിട്ട് വലിയ സിനിമകളുടെ എല്ലാം ട്രാക്ക് കളക്ഷൻ വരുമ്പോൾ കൃത്യമായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് നമ്മൾ നോക്കുന്ന സമയത്താണ് ഒരു വലിയ റെക്കോർഡ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് വേറെയൊന്നുമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്ന സ്ഥലം ഏതാണെന്ന് നോക്കിയാൽ നമുക്ക് കൊച്ചിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും 3 സെൻറ്ററുകളാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. കളക്ഷൻ ഏറ്റവും കൂടുതൽ വരുന്നത് ഒന്നാം സ്ഥാനത്ത് കൊച്ചിയാണ്, 2ാം സ്ഥാനത്ത് തിരുവനന്തപുരവും, 3ാം സ്ഥാനത്ത് കോഴിക്കോടുമാണ്. തൃശ്ശൂരും ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില സിനിമകൾക്ക് തൃശ്ശൂരിൽ നിന്ന് വലിയ കളക്ഷൻ കിട്ടുമെന്നുണ്ടെങ്കിലും ഈ 3 സെൻറ്ററുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഒരു മലയാള സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള എറണാകുളം സിറ്റിക്കകത്ത് നിന്ന് മൾട്ടിപ്ലക്സുകളിൽ നിന്ന് അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻസാണ് പുറത്തു വരുന്നത്, അല്ലെങ്കിൽ സാധാരണയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മൾട്ടിപ്ലക്സുകളിലെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇതുവരെ ഉള്ള കണക്കുകൾ നോക്കുമ്പോൾ 8 ദിവസത്തെ കണക്കുകളാണ് കൊച്ചിൻ സിറ്റിക്കകത്ത് നിന്നുള്ളത് പുറത്തു വന്നിരിക്കുന്നത്. വെറും 8 ദിവസം കൊണ്ട് 5,56,00,000 രൂപ കൊച്ചിയിലെ മൾട്ടിപ്ലക്സുകളിൽ നിന്ന് മാത്രമായി പിരിഞ്ഞു കിട്ടിയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 5,56,00,000 രൂപ വെറും 8 ദിവസം കൊണ്ട് കൊച്ചിൻ മൾട്ടിപ്ലക്സുകളിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ആഴ്ച പൂർത്തിയാവുന്നതോടുകൂടി തന്നെ അത് 7 കോടിയുടെ അടുത്തേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഇതൊരു വലിയ സർവ്വകാല റെക്കോർഡാണ്. 5 കോടി പോയിട്ട് 1 കോടിക്ക് അധികം മുകളിലേക്ക് തന്നെ വല്ലപ്പോഴും മാത്രമേ കൊച്ചിൻ മൾട്ടിപ്ലക്സുകളിൽ സിനിമകൾ കളക്ഷൻ നേടാറുള്ളൂ എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർക്കുക. ഇനി കൊച്ചിയിലെ മറ്റുള്ള സിംഗിൾ സ്ക്രീനുകളിലേക്ക് നോക്കുന്ന സമയത്ത് 7,80,00,000 രൂപയോളമാണ് ഇത്രയും ദിവസം കൊണ്ട് പിരിഞ്ഞു കിട്ടിയത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 13 കോടി രൂപയോളം കൊച്ചിയിൽ സിറ്റിക്കകത്ത് നിന്ന് മാത്രമായിട്ട് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ള കയ്യടി അർഹിക്കുന്ന വിഷയമാണ്.